അവിടെ മഴ പെയ്തോ സാറേ? ഒരു മഴ പെയ്തു. വലിയ കുഴപ്പമില്ലാത്ത നല്ല മഴ. അത്രേ എല്ലാത്തിനും പെയ്യുന്നു. ശരി ശരി ശരി. അവിടെ നമസ്കാരം സാർ. ഇങ്ങോട്ട് പെയ്തില്ല, പത്തനംതിട്ട ഭാഗത്തൊക്കെ പെയ്തു. ഉള്ളോ? നിങ്ങളുടെ പെയ്തില്ലേ? ഇല്ലില്ല, ഞങ്ങളുടെ ഇവിടെ പെയ്തില്ല ഇതുവരെ. ഞാൻ എല്ലാത്തിനും പെയ്യുന്നു. ഇല്ലില്ല, കിഴക്കോട്ടേ പെയ്തു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പെയ്തില്ല, പൊൻകുന്നൊന്നും പെയ്തില്ല. ഇല്ല. ഇവിടൊക്കെ നല്ല മഴ പെയ്തു. നമുക്ക് ആരംഭിക്കാം. നവമം 8-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം. നവമസ്കന്ധം അധ്യായം 8 ശ്ലോകം 21. നശ്യതി ത്വാം പരമാത്മനോ ജനോ ന ബുദ്ധിരദ്യാപി സമാധിയുക്തിഭി കുതോ പരേതസ്യ മനഃശരീരധി വിസർഗസൃഷ്ടാ വയമപ്രകാശാഃ. നശ്യതി ത്വാം പരമാത്മനോ അജനഃ. അജനഃ ബ്രഹ്മാവ്, ജന്മം ഇല്ലാത്തവനായ. അജനഃ ആത്മനപരം, അതാണ് പരം ആത്മന. തന്റെ ആത്മാവിൽ നിന്നും അന്യമായി, പരനായി. ആത്മനപരം. ത്വാം ന പശ്യതി, അങ്ങയെ കാണുന്നില്ല. ന ബുദ്ധ്യതേ, അറിയുന്നുമില്ല. അദ്യാപി, ഇന്നും. സമാധി യുക്തിഭിഹി, സമാധി കൊണ്ടും യുക്തി കൊണ്ടും. അപ്പൊ അങ്ങയുടെ പ്രഭാവം ബ്രഹ്മാവിന് പോലും ശരിക്കറിയില്ല. അജനഃ ആത്മനഃ പരം ത്വാം ന പശ്യതി. ബ്രഹ്മദേവൻ കൂടി പരമേശ്വരനായ അങ്ങയെ തന്റെ സമാധ്യവസ്ഥയിൽ നേരിട്ട് കാണാൻ പോലും പറ്റിയിട്ടില്ല. ന ബുദ്ധ്യതേ അദ്യാപി സമാധിയുക്തിഭി. സമാധിയുക്തികൾ കൊണ്ട് ത്വാം അങ്ങയെ അദ്യാപി നവശ്യതി, ഇന്നും കാണുന്നില്ല, അറിയുന്നുമില്ല. അവര് പിന്നാത്തെ മറ്റുള്ളവർ, ബ്രഹ്മാവിന് പോലും അങ്ങയുടെ സത്യം ശരിക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റുള്ള കഥ പറയാനുണ്ടോ? തസ്യ മനഃ ശരീരധീഹി വിസർഗസൃഷ്ട വയം അപ്രകാശാഃ. തസ്യ അവന്റെ മനസ്സ്, ശരീരം, ബുദ്ധി, വിസർഗസൃഷ്ടാഃ ഇവയാൽ സൃഷ്ടിക്കപ്പെട്ട മറ്റുള്ളവരും. ബ്രഹ്മാവിന്റെ സൃഷ്ടി മനസ്സുകൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്, ശരീരം കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്, ബുദ്ധി കൊണ്ട് സൃഷ്ടിച്ചതുണ്ട്. ഇങ്ങനെയുള്ള മറ്റ് എല്ലാവരും അതിൽപ്പെട്ടവരാണ് ഞങ്ങളും. അപ്രകാശാഹ, പ്രകാശഹീനരായ ഞങ്ങളുടെ കാര്യം പിന്നെ പറയാറുണ്ടോ? വാസ്തവത്തിൽ പരമാത്മചൈതന്യ സ്വരൂപനായ അങ്ങയുടെ മഹാത്മ്യം ബ്രഹ്മാവിനൊരു അറിയില്ല. പിന്നാത്തെ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഞങ്ങൾക്കും അത് ശരിക്കും അറിയില്ല. ന പശ്യതി ത്വാം പരമാത്മനോ ജനോ ന ബുദ്ധ്യതേത്യാപി സമാധിയുക്തിഭിः കുതോ പരേതസ്യ മനഃശരീരധി വിസർഗസൃഷ്ടാ വയമപ്രകാശാഃ. ന പശ്യതി ത്വാം പരമാത്മനോ ജനോ ന ബുദ്ധ്യതേത്യാപി സമാധിയുക്തിഭിः കുതോ പരേതസ്യ മനഃശരീരധി വിസർഗസൃഷ്ടാ വയമപ്രകാശാഃ.
ദേഹഭാജസ്തു ഗുണപ്രധാനാഹ ഗുണാൻ വിപശ്യന്തുളവാ തമശ്ച എന്മായയാ മോഹിതചേതസസ്തേ വിരുക്സുഹം ന വിഹി പ്രകാശാഹം. ആരാണോ ദേഹഭാജ, ശരീരത്തെ ആശ്രയിച്ചവർ, ത്രിഗുണപ്രധാനാഹ, ത്രിഗുണങ്ങൾക്ക് അധീനരായി ശരീരം ആശ്രയിച്ചവർ ആരാണോ, ഗുണാൻ വിപശ്യന്തി ഉതവാ തമശ്ച, ഗുണങ്ങളെയോ തമസിനെയോ വിപശ്യന്തി കാണുന്നു, ബഹിപ്രകാശവാന്മാരായിട്ട് സ്വസംസ്ഥം വിദു, തങ്ങളിരിക്കുന്ന ആ അങ്ങയെക്കുറിച്ച് വിദുഹു സ്വസംസ്ഥം ത്വാം, തങ്ങളിലൊക്കെ ഇരിക്കുന്ന അങ്ങയെക്കുറിച്ച് വിദുഹു അറിയുന്നില്ല. അതായത് ദേഹം സ്വീകരിച്ച് ത്രിഗുണങ്ങളെ കൊണ്ട് ദേഹം സ്വീകരിച്ച എത്രയോ ജനങ്ങൾ, കോടിക്കണക്കിന്, അവരൊക്കെ ഗുണങ്ങളെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അജ്ഞാനമാകുന്നത് തമസിനെയാണ് കാണുന്നത്. മായ കൊണ്ട് മോഹിത ചേതസരായിട്ട് അങ്ങ് ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ആരും തന്നെ അറിയില്ല. ദേഹഭാജസ്തു ഗുണപ്രധാനാഹം ഗുണാൻ വിപശ്യന്തി തമശ്ചാം എന്മായയാ മോഹിത ചേതസസ്തേ വിദുഃസുഹം ന വിഹി പ്രകാശാഹം. ദേഹഭാജസ്തു ഗുണപ്രധാനാഹം ഗുണാൻ വിപശ്യന്തി തമശ്ചാം എന്മായയാ മോഹിത ചേതസസ്തേ വിദുഃസുഹം ന വിഹി പ്രകാശാഹം. തം ത്വാമഹം ജ്ഞാനഘനം സ്വഭാവപത്ഥുസ്തമായാഗുണഭേദമോഹൈ ഫനന്ദനാദ്യർമുനിഭിർവിഭാവ്യം കഥം വിമൂഢപരിഭാവയാമി. തം ത്വാം അഹം, അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ജ്ഞാനഘനം, ജ്ഞാനം കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവൻ, ഘനസ്വരൂപനായ, സ്വഭാവ സ്വന്തം ഭാവം കൊണ്ട്, പ്രധ്വസ്ത മായാഗുണഭേദമോഹൈ, പ്രധ്വംസ്തം നശിപ്പിക്കപ്പെട്ട, മായാഗുണഭേദമോഹൈ, മായാഗുണം കൊണ്ടുള്ള ഭേദവും മോഹവും ഒക്കെ നശിപ്പിക്കപ്പെട്ട സ്വന്തം സ്വഭാവം കൊണ്ട് അങ്ങേക്ക് ഇത് ബാധിക്കും. പരമാത്മ സ്വരൂപനായ അങ്ങ് സ്വന്തം അനുഭവം കൊണ്ട് മായാകാര്യങ്ങളായ ഭേദബുദ്ധിയോ ശരീരാഭിമാനോ ഇതൊന്നും ബാധ്യത. പരന്തരാദ്യർമുനിഭർ വിഭാഗ്യം, പനകാദികളായ മുനിമാരാൽ ചിന്തിപ്പാൻ യോഗ്യനായ അങ്ങ് കഥം വിമൂഢപരിഭാവ്യ, വിമൂഢന്മാരായ ഞങ്ങള് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോകും. അങ്ങയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ബോധം വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഞങ്ങൾ വിമൂഢന്മാരാണ്. കാരണം ആത്മജ്ഞാനത്തിലെ ഏറ്റവും അഗ്രഗണ്യന്മാരായ ഭനകാദികൾക്ക് അങ്ങയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങ് അങ്ങനെയുള്ളവനാണ്, ജ്ഞാനഘനസ്വരൂപനാണ്. അങ്ങയുടെ സ്വന്തം ഭാവം കൊണ്ട് മായാഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭേദമോഹത്തെയൊക്കെ ഇല്ലാതാക്കി കളയുന്ന ജ്ഞാനഘനസ്വരൂപനായ ഫനകാദികൾക്ക് വിഭാവന ചെയ്യാൻ പറ്റിയ അങ്ങയെക്കുറിച്ച് മൂഢാത്മാക്കളായ ഞങ്ങൾ എങ്ങനെ വിചാരിക്കാൻ പറ്റും? തം ദ്വാമഹം ജ്ഞാനഘനം സ്വഭാവ പ്രധ്വസ്തമായ ഗുണഭേദമോഹൈ ഫനന്ദനാദ്യർമുനിഭിർവിഭാവ്യം കഥം വിമൂഢപരിഭാവയാമി. തം ദ്വാമഹം ജ്ഞാനഘനം സ്വഭാവ പ്രധ്വസ്തമായ ഗുണദോഷമോഹൈ ഫനന്ദനാദ്യർമുനിഭിർവിഭാവ്യം കഥം വിമൂഢപരിഭാവയാമി.
പ്രശാന്തമായ ഗുണകർമ്മലിംഗം അനാമരൂപം ഫദ്വിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമാമഹേ ത്വാം പുരുഷം പുരാണം. പ്രശാന്ത മായാഗുണകർമ്മലിംഗ അനാമരൂപം ഫദ്വിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം. അങ്ങിപ്പോ ശരീരം സ്വീകരിച്ചത് ജ്ഞാനോപദേശത്തിന് വേണ്ടിയിട്ട് ഗൃഹീതദേഹം ശരീരം സ്വീകരിച്ചവനായി. പ്രശാന്തമായ ശമിച്ചിരിക്കുന്ന മായാ ഗുണ കർമ്മ ലിംഗം, മായയുടെ ഗുണം കൊണ്ട് ഉണ്ടായ കർമ്മങ്ങൾ, അടയാളങ്ങൾ ഇവയോട് കൂടിയവനായി. മായ ഗുണ കർമ്മ ലിംഗങ്ങൾ ശാന്തമായി. അനാമരൂപം, നാമരൂപങ്ങൾ അങ്ങേക്കില്ല. കാരണം സത്വദൃഷ്ടം എന്ന 3 ഗുണങ്ങൾ അങ്ങേ ബാധിക്കരുത്. അങ്ങ് അതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ട് ആ 3 ഗുണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കർമ്മങ്ങളും അങ്ങേ ബാധിക്കത്തില്ല, ശരീരങ്ങളും അങ്ങേക്കില്ല. അതുകൊണ്ട് ഗുണകർമ്മ ലിംഗം അതൊക്കെ അങ്ങേക്കില്ല. അങ്ങയിൽ നിന്നാണ് മായ ഉണ്ടായത്, പക്ഷെ മായയുടെ ഗുണങ്ങൾ അങ്ങേ ബാധിക്കുന്നു. അതുകൊണ്ട് അങ്ങയ്ക്ക് മായ നിമിത്തം ഉണ്ടാകുന്ന കർമ്മങ്ങളില്ല, ശരീരമില്ല, അടയാളങ്ങളില്ല, ഒന്നുമില്ല. അനാമരൂപം, നാമരൂപങ്ങൾ അങ്ങയ്ക്കില്ല. നാമവുമില്ല, രൂപവുമില്ല. ജ്ഞാനോപദേശായ ഗൃഹീതദേഹം. ഇന്നെന്തിനാണ് ശരീരം സ്വീകരിച്ചത്? ജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ത്വാം പുരുഷം പുരാണം നമാമഹേ. പുരാണ പുരുഷനായ അങ്ങേ ഞങ്ങളിതാ നമിക്കുന്നു. നമാമഹേ, ഞങ്ങൾ നമിക്കുന്നു, നമസ്കരിക്കുന്നു. പ്രശാന്തമായ ഗുണകർമ്മലിംഗ അനാമരൂപം ഫദ്വിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമാമഹേ ത്വാം പുരുഷം പുരാണം. പ്രശാന്തമായ ഗുണകർമ്മലിംഗം അനാമരൂപം ഫദ്വിമുക്തം ജ്ഞാനോപദേശായ ഗൃഹീതദേഹം നമാമഹേ ത്വാം പുരുഷം പുരാണം. ത്വന്മായാരചിതേ ലോകേ വസ്തുബുദ്ധ്യാഗൃഹാദിഷു ഭ്രമന്തി കാമലോഭേക്ഷ്യ മോഹവിഭ്രാന്തചേതസ. ത്വന്മായാരചിതേ ലോകേ, അങ്ങയുടെ മായ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലോകത്തിൽ വസ്തുബുദ്ധ്യ, യഥാർത്ഥ വസ്തുവാണെന്നുള്ള ബുദ്ധി കൊണ്ട് ഗൃഹാദിഷു ഭ്രമന്തി, വീടുകളിലൊക്കെ കറങ്ങിത്തിരിയും. വീടുകളൊക്കെ എന്റേതാണ് എന്നുള്ള ബുദ്ധി ആവിർഭവിപ്പിച്ചിട്ട് അതിനുവേണ്ടി സഞ്ചരിക്കുന്നവരാണ് ജനങ്ങളൊക്കെ. ഈ വീടും സ്ഥലവും വസ്തുവും ബന്ധുക്കളും ഒക്കെ അങ്ങയുടെ മായ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നറിയാതെ ഇതൊക്കെയാണ് യഥാർത്ഥ വസ്തു എന്നുള്ള ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹാദികളിൽ ഭ്രമിക്കുന്നു. കാമ ലോഭ ഈർഷ്യ മോഹ വിഭ്രാന്തചേതസ. കാമം കൊണ്ടും ലോഭം കൊണ്ടും ഈർഷ്യ കൊണ്ടും മോഹം കൊണ്ടും വിഭ്രമിച്ച മനസ്സോട് കൂടിയവരായിട്ട് ഇങ്ങനെ ഈ ലോകത്ത് കറങ്ങിത്തിരിയും. ഇതൊക്കെയാണ് സത്യം എന്നാണ് വിചാരിച്ചത്. ഇതല്ല സത്യം, അങ്ങാണ് സത്യം എന്ന് തിരിച്ചറിവില്ലാതെ, അതുകൊണ്ടാണ് മായയുടെ മോഹം കൊണ്ടാണ്. അങ്ങനെ സംസാര ലോക ജീവിതത്തിൽ അകപ്പെടുന്ന ജീവാത്മാക്കൾക്ക് അതിൽ നിന്ന് ഒരു നിവൃത്തി ലഭിക്കണമെങ്കിൽ അങ്ങയെ തന്നെ ഭജിക്കണം, അല്ല ഒരു വഴിയില്ല. അല്ലെങ്കിൽ ഇതാണ് അങ്ങെന്ന് വിചാരിച്ച് കാമം കൊണ്ട്, എല്ലാ വസ്തുക്കളും കാമമുണ്ട്. ഭൗതികമായ കാമം മാത്രമല്ല, ഈശ്വരോന്മുഖമായ കാമവുമുണ്ട്. എനിക്ക് നാമം ചൊല്ലണം, എനിക്ക് ഭാഗവതം വായിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് ഭക്തി ഉണ്ടാകണം. ഇതൊക്കെ
കാമങ്ങളാണ്. അതേപോലെ ലോഭം ഉണ്ടാകും, ലുപ്ത ഉണ്ടാകും, ഈർഷ്യുണ്ടാകും, മോഹം ഉണ്ടാകും. ഇതൊക്കെ സഞ്ചരിച്ചു പോകുന്ന ഒരു മനുഷ്യന് അങ്ങയെക്കുറിച്ചുള്ള വിചാരശക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ലോകം പരമാർത്ഥമാണെന്ന് വിചാരിച്ച് വീട്, സമ്പത്ത്, ഭാര്യ, പുത്രന്മാർ, ബന്ധുക്കൾ എന്നിങ്ങനെയുള്ള ആ തന്റെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കും. ഞങ്ങളാകട്ടെ ആ മായ ഞങ്ങളെ ബാധിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് അങ്ങേ ആരാണ് ഈ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. അംശുമാനാണ്. ഭഗരന്റെ പൗത്രനായ അംശുമാനാണ് ഈ പറയുന്നത്. ആരെ കണ്ടപ്പോൾ? കപിലമുനിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ സ്തുതിച്ചതാണ്. അങ്ങയുടെ മായ കൊണ്ടുണ്ടാക്കി ഈ ലോകത്തിലെ ഞങ്ങൾ ഇതാണ് സത്യം സത്യം വിചാരിച്ച് വീടുകൾ തോറും വസ്തുക്കൾ തോറും ശ്രമിച്ചു നോക്കിയാണ്. ഇന്ന് മാത്രമല്ല, അതിലുള്ള കാമം കൊണ്ടും ഈർഷ്യ കൊണ്ടും ലോഭം കൊണ്ടും ഒക്കെ ഞങ്ങൾ മതമത്തരായി മതിച്ചു നടക്കുകയാണ്. സത്യം തിരിച്ചറിയുന്നില്ല. ഇതൊക്കെ ബാധിക്കാതിരിക്കാൻ ആരെ വന്ദിക്കണം? ഈശ്വരാർച്ചന അനിവാര്യമാണ്. ത്വന്മായാരിത്തെ ലോകേ വസ്തു ബുദ്ധ്യാഗൃഹാദിഷു ഭ്രമന്തി കാമലോപേക്ഷ്യ മോഹവിഭ്രാന്തചേതസാം. ത്വന്മായാരിത്തെ ലോകേ വസ്തു ബുദ്ധ്യാഗൃഹാദിഷു ഭ്രമന്തി കാമലോപേക്ഷ്യ മോഹവിഭ്രാന്തചേതസാം. അദ്യനഃ സർവഭൂതാത്മൻ കാമകർമ്മേന്ദ്രിയാശയാഹം മോഹവാചോ ദൃഢച്ഛിന്നോ ഭഗവം തപദർശനാത്. അദ്യ ഇന്ന് നഹ ഞങ്ങളുടെ ഹേ സർവഭൂതാത്മൻ എല്ലാ ഭൂതജാലങ്ങളിലും ആത്മസ്വരൂപം ഉള്ളവനായ ഹേ ഭഗവൻ, കാമ കർമ്മ ഇന്ദ്രിയ ആശയ, കാമങ്ങൾ, കർമ്മങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആശയങ്ങൾ, അന്ധക്കരണങ്ങളാണ്. ഈ ഓരോ രൂപത്തിൽ ഇരിക്കുന്ന മോഹപാശ, മോഹമാകുന്ന കയറ്, ദൃഢ ഛിന്ന, നിശ്ചയമായിട്ടും വേർപെടും ഭഗവൻ തവ ദർശന. അങ്ങയെ കാണുന്നുകൊണ്ട് ഈ മോഹപാശമാകുന്ന ബന്ധനം ഛേദിക്കപ്പെടും. എവിടേക്കാണ് ബന്ധനം? കാമം കൊണ്ട് ബന്ധനമാണ്, കർമ്മം കൊണ്ട് ബന്ധമാണ്, ഇന്ദ്രിയം കൊണ്ട് ബന്ധനമാണ്, ആശയം കൊണ്ട് ബന്ധനം. ആശയങ്ങൾ അന്ധക്കരണങ്ങളാണ്. അതിൽ പെടുന്നതാണ് മനസ്സ്. മനസ്സുകൊണ്ട് ബന്ധനം ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് വിഷയഭോഗങ്ങൾ നിരന്തരമായും അനുഭവിച്ച് ആ ഭോഗത്തിന്റെ ആശയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയവും മനസ്സും ഒക്കെ രൂപപ്പെടുത്തി അങ്ങയുടെ കടാക്ഷം കൊണ്ടല്ലാതെ ഒരു വിധത്തിലും ഈ അജ്ഞാനരൂപമായ ഞങ്ങളുടെ ബന്ധനം നശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതാ ഛിന്ന ഭഗവൻ സ്തവ ദർശനം. കപില മഹർഷിയെ പോലെയുള്ള ഭഗവാന്റെ അവതാരമായ ചൈതന്യ സ്വരൂപമായ ഈശ്വര ദർശനം കൊണ്ട് ഞങ്ങളുടെ എല്ലാത്തരം കെട്ടുപാടുകളും മാറ്റി ഞങ്ങളിപ്പോൾ വിമുക്തരായിരിക്കുന്നു എന്ന് ഇദ്ദേഹം കപിലിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ സ്തുതിച്ചതാണ്. അദ്യ സർവഭൂതാത്മൻ കാമകർമ്മേന്ദ്രിയാശയ മോഹപാശോ ദൃഢച്ഛിന്നോ ഭഗവൻ തപദർശന. അദ്യ സർവഭൂതാത്മൻ കാമകർമ്മേന്ദ്രിയാശയ മോഹവാശോ ദൃഢച്ഛിന്നോ ഭഗവൻ തപദർശനാത്. ശ്രീശുകൗവാച ഇത്തം ഗീതാനുഭാവസ്ഥം ഭഗവാൻ കപിലോ മുനി അംശുമന്തമുപാചേതം അനുഗൃഹ്യ ധിയാ നൃപാം. ഇത്തം ഗീത അനുഭാവ, ഇങ്ങനെ പറയപ്പെട്ട സ്തുതിക്കപ്പെട്ട, ഗീത സ്തുതിക്കപ്പെട്ട, അനുഭാവ അനുഭാവത്തോടു കൂടിയവനായ തം അവനെ ഭഗവാൻ കപിലോ
കപിലമുനിയായ ഭഗവൻ തം അംശുമന്തം ഉവാച ഇതം അനുഗൃഹ്യ ചെയ്യാ. ഹേ രാജാവേ, ആ അംശുമാനോട് ഉവാച പറഞ്ഞു. അംശുമന്തം ഉവാച എന്ത് പറഞ്ഞു? ഇതം ഇനി പറയാൻ പോകുന്നത്. അനുഗ്രഹിച്ചിട്ട് ധിയാ ബുദ്ധി കൊണ്ട് ആ അംശുമാനെ അനുഗ്രഹിച്ചിട്ട് വാക്കുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെ മനോഹരമായ വേദാന്ത തത്വം കൊണ്ട് സ്തുതിക്കപ്പെട്ടവനായ അവനോട് കപിലമുനി ഇങ്ങനെ പറഞ്ഞു. അവനെ അനുഗ്രഹിച്ചിട്ട്, ബുദ്ധി കൊണ്ട് അനുഗ്രഹിച്ചിട്ട്, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചിട്ട് വാക്ക് ഇങ്ങനെ പറഞ്ഞു. ഇത്തം ഗീതാനുഭാവസ്തം ഭഗവൻ കപിലോ മുനി അംശുമന്തമുവാചേതം അനുഗൃഹ്യ ധിയാ കൃപാം. ഇത്തം ഗീതാനുഭാവസ്തം ഭഗവൻ കപിലോ മുനി അംശുമന്തമുവാചേതം അനുഗൃഹ്യ ധിയാ കൃപാം. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ കപില ഭഗവാൻ, ശ്രീ ഭഗവാൻ കപിലനാണ്. കപിലൻ ഭഗവാനോട് പറഞ്ഞു. അശ്വോയം നീയതാം മൽഫാം പിതാമഹവശുസ്തവാം ഇമേ ച പിതരോ ദഗ്ധാഃ ഗംഗാം ഭോർഗന്ധിനേതരത്. അയം അശ്വഃ നീയതാം മൽഫ. ഹേ കുഞ്ഞെ, ഈ കുതിരയെ കൊണ്ടുപോളൂ. നീയതാം നയിച്ചു കൊണ്ടുപോളൂ. പിതാമഹ പശുപുത്തവ, അങ്ങയുടെ പിതാമഹന്റെ യജ്ഞപശുവായ പിതാമഹ പശുഹു തവ. തവ പിതാമഹ പശുഹു അയം അശ്വഃ നീയതാം. അങ്ങയുടെ പിതാമഹന്റെ പശുവായ ഈ കുതിരയെ എത്തിച്ചു കൊടുക്കുള്ളൂ. ഇമേച്ച പിതരഹ, ഈ കിടക്കുന്ന പിതൃ എന്ന അങ്ങയുടെ പിതൃക്കളിലെ കുറെ പേര്, ദഗ്ധാഹ ദഹിക്കപ്പെട്ടവരായ അവരെ, ഗംഗ അംഭോ അർഹതി നേതരം, അവരെ പരിശുദ്ധമാക്കാൻ ഗംഗാജലത്തിൽ മാത്രമേ പറയുകയുള്ളൂ. ഇത്തരത്തിൽ മറ്റൊന്നും കൊണ്ട് പറ്റും. അപ്പം ദഹിച്ചുപോയ നിന്റെ പിതൃവ്യന്മാർക്ക്, പിതൃ സഹോദരന്മാർക്ക് സദ്ഗതി വേണമെങ്കിൽ ഗംഗാജലത്തിൽ കുളിച്ചു തർപ്പണം ചെയ്യണം. മറ്റൊന്നുകൊണ്ട് ശരി. ഇപ്പൊ ഗംഗ എവിടെയാണ്? സ്വർഗലോകത്ത്, ഭൂമിയിലില്ല. ഗംഗയെ ഭൂമി കൂടി ഒഴുക്കിയിട്ട് അത് തർപ്പണം ചെയ്താൽ പിതൃക്കൾക്ക് മോചനം ലഭിക്കും, അല്ലാതെ കിട്ടില്ല. ഇതായിരുന്നു അനുഗ്രഹം. അശ്വോയം നീയതാം മൽഫാം പിതാമഹവശുസ്തവാം ഇമേച പിതരോ ദഗ്ധാ ഗംഗാം ഭോർഗന്ധിനേതരത്. അശ്വോയം നീയതാം മൽഫാം പിതാമഹവശുസ്തവാം ഇമേച പിതരോ ദഗ്ധാഃ ഗംഗാം ഭോർഗന്ധിനേതരത്. സംപരിക്രമ്യ ശിരസാ പ്രസാദ്യ ഹയമാനയത് സകരസ്തേന പശുനാ ശേഷം സമാപയത്. തം പരിക്രമ്യ, അതിനെ പ്രദക്ഷിണം വെച്ചിട്ട്, ശിരസാ പ്രസാദ്യ തല കുനിച്ച് അതിനെ സന്തോഷിപ്പിച്ചിട്ട്, ഹയം ആനയത് കുതിരയെ കൊണ്ടുപോയി. ഹയം കുതിരയെ ആനയത് നയിച്ചു കൊണ്ടുപോയി. ആ കുതിരയെ പ്രദക്ഷിണം വെച്ച് ശിരഫ് കൊണ്ട് നമസ്കരിച്ച് പ്രസാദിപ്പിച്ചിട്ട് അതിനെ കൊണ്ടുപോയി. പകരഹ തേന പശുന, പകരൻ ആ പശുവിനെ കൊണ്ട് കൃതശേഷം സമാപയം, യജ്ഞത്തിന് ബാക്കി പൂർത്തീകരിച്ചു. യജ്ഞം അശ്വമേധം തുടങ്ങിയതേ ഉള്ളൂ, ബാക്കിയായില്ല. കുതിര കെട്ടാൻ പറ്റില്ല. ആ കുതിരയെ കൊണ്ട്, ആ പശുവിനെ കൊണ്ട് ക്രതുവിന്റെ ശേഷം യജ്ഞത്തിന്റെ ബാക്കി സമാപിച്ചു, പൂർത്തീകരിച്ചു, പൂർണ്ണമാക്കി. തം പരിക്രമ്യ ശിരസാ പ്രസാദ്യ ഹയമാനയത് പകരസ്തേന പശുനാഗവിശേഷം സമാപയത്. തം പരിക്രമ്യ ശിരസാ പ്രസാദ്യ ഹയമാനയത് പകരസ്തേന പശുനാഗവിശേഷം സമാപയത്. രാജ്യം ശുമതിന്യസ്യാം
നിസ്പൃഹോ ബന്ധമുക്തന മുക്തബന്ധനാം ഔരോപദിഷ്ടമാർഗേണ ലേഭേ ഗതിമനുത്തമാം. രാജ്യം അംശുമതിന്യസ്യ, രാജ്യം അംശുമാനിൽ ഏൽപ്പിച്ചിട്ട് പകര മഹാരാജാവിന്റെ പൗത്രനായ അംശുമാനിൽ രാജ്യം ഏൽപ്പിച്ചിട്ട് രാജ്യം അംശുമതി നസ്യ നിസ്പൃഹ, ഒരാഗ്രഹവും ഇല്ലാത്തവനായി മുക്തബന്ധന, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ട് ഔരോപദിഷ്ടമാർഗേണ, ഔറൻ എന്ന ആചാര്യനാൽ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട വഴിയിലൂടെ ലേഭേ ലഭിച്ചു ഗതിം അനുത്തമ, ഉത്കൃഷ്ടമായ ഗതി ലഭിച്ചു. അങ്ങനെ അംശുമാൻ ഔറൻ ഉപദേശിച്ച വഴി കൂടി സഞ്ചരിച്ചു പോയി ഒരാഗ്രഹവും ഇല്ലാതെ എല്ലാ ബന്ധനങ്ങളിലും മുക്തനായിട്ട് അനുത്തമമായ ഉത്കൃഷ്ടമായ ഗതിയെ ലഭിച്ചു. രാജ്യമംശുമതിന്യസ്യ നിസ്പൃഹോ മുക്തബന്ധന ഔരോപദിഷ്ടമാർഗേണ ലേഭേ ഗതിമനുത്തമാം. രാജ്യമംശുമതി നിസ്യ നിസ്പൃഹോ മുക്തബന്ധന ഔരോപദിഷ്ടമാർഗേണ ലേഭേ ഗതിമനുത്തമാം. അംശുമാന്റെ കഥ പറഞ്ഞു. ഇനിയും സകലപത്രന്മാർക്ക് ഗതി കിട്ടണമെങ്കിൽ ആകാശഗംഗ ഭൂലോകത്തിലേക്ക് കൊണ്ടുവരണം. ഇത് പറഞ്ഞാണ് അംശുമാനെ യാത്ര അയച്ചത്. പക്ഷേ അവിടെ ചെന്ന് യജ്ഞം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യം മുഴുവൻ അംശുമാനിൽ സമർപ്പിച്ചിട്ട് സകല രാജാവ് സമ്പൂർണ്ണ മുക്തനായി ഭഗവത് സായുജ്യം പ്രാപിച്ചു എന്ന കഥ പറഞ്ഞ് ആ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. രാജ്യമംശുമതിന്യസ്യ നിസ്പൃഹോ മുക്തബന്ധന ഔരോപദിഷ്ടമാർഗേണ ലേഭേ ഗതിമനുത്തമാം. രാജ്യമംശുമതിന്യസ്യ നിസ്പൃഹോ മുക്തബന്ധന ഔരോപദിഷ്ടമാർഗേണ ലേഭേ ഗതിമനുത്തമാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ നാമസ്കൃതേ സകലോപാഖ്യാന അഷ്ടമോധ്യായ സമാപ്ത. ഇങ്ങനെ 8-ാം അധ്യായം തീർന്നു. നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീശുക ഉവാച അംശുമാംശതപസ്തേവേ ഗംഗാനയന കാമ്യയാ കാലം മഹന്തം നാശക്നോത് കാലേന നിശ്ചിത. അംശുമാനാകട്ടെ തപഹത്തേപെ, തപസ് ചെയ്തു. തേപെ ചെയ്തു. ഗംഗാ ആനയന കാമ്യ, ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ അംശുമാൻ തപസ് ചെയ്തു. കാലം മഹാന്തം, ഒരേ കാലം, അല്പകാലത്തേക്കല്ല, കുറേ കാലം തപസ് ചെയ്തു. നാശക്കനോത് കഴിഞ്ഞില്ല. കാലേന സംസ്ഥിത, കാലം വന്നപ്പോൾ അദ്ദേഹം സംസ്ഥിതനായി. മരിച്ചു എന്ന് വീട്ടൊരു വാക്കാണ്. പൂർവാവസ്ഥയിലേക്ക് തിരിച്ചുപോയി. അതാണ് സംസ്ഥിത. അംശുമാനാണല്ലോ കപിലൻ പറഞ്ഞത്. അംശുമാൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗംഗാദേവിയത്തിൽ കുറേ കാലം, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. കുറെ കാലത്തിപ്പോ തന്റെ സ്വന്തം അവസ്ഥയിലായ ഭക്തിയിലേക്ക് പോയി. അംശുമാംശതപസ്തേവേ ഗംഗാനയന കാമ്യയാം കാലം മഹന്തം നാശക്നോത്തത കാലേന സംസ്ഥിതാം. അംശുമാംശതപസ്തേവേ ഗംഗാനയന കാമ്യയാം കാലം മഹന്തം നാശക്നോത്തത കാലേന സംസ്ഥിത. ദിലീപസ്തത്സുതസ്തദ്വത് അശക്തകാലമേയുവാൻ ഭഗീരസസ്തസ്യ പുത്രസ്തേവേ മഹത്തവ. അംശുമാന്റെ പുത്രനാണ് ദിലീപൻ. ദിലീപഃ തത്സുതഃ, അംശുമാന്റെ പുത്രനായ ദിലീപൻ തദ്വത് അശക്തകാലമേയുവാൻ, അംശുമാനെ പോലെ തന്നെ ദീർഘകാലം തപസ് ചെയ്ത്
ഫലം നേടാൻ അശക്തനായിട്ട് കാവല യവനികയ്ക്കുള്ളിൽ അന്തർധാനം ചെയ്തു. അദ്ദേഹവും ദിലീപൻ വള്ളപ്പഴത്തിൽ ഇതൊക്കെ മുക്തി കൊടുക്കണം, എങ്ങനെയെങ്കിലും ഗംഗയെ ഭൂമി കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ചു. ദിലീപസ്തദ്വത് അശക്തകാലമേയുവാൻ ഭഗീരസപ്തസ്യ പുത്ര ദേവേ പ്രമുഖ സ്വമഹത്തമ. ദിലീപന്റെ പുത്രനായ ഭഗീരഥൻ, ഭഗീരഥ തസ്യ പുത്ര, തസ്യ ദിലീപസ്യ പുത്ര ഭഗീരഥ. സുമഹത് തപഃ ദേവി, വലിയ മഹത്തായ തപഃ. അപ്പം ഭഗീരഥനെ പറ്റിയില്ല, അംശുമാനെ പറ്റിയില്ല, ദിലീപനെ പറ്റിയില്ല. നാലാമത്തെ തലമുറ ഭഗീരഥനാണ് മഹത്തായ ദിലീപസ്തദ്വത് അശക്തകാലമേയുവാൻ ഭഗീരഥസ്തസ്യ പുത്ര ദേവേ മഹത്തമാം. ദിലീപസ്തദ്വത് അശക്തകാലമേയുവാൻ ഭഗീരഥസ്തസ്യ പുത്ര ദേവേ സുമഹത്തമാം. ദർശയാമാഫലം ദേവി പ്രസന്നാവരദാസ്മിതേ ചിത്രസ്വാഭിപ്രായം ശശംസാവനതോ നവ. ദർശയാമാഫ തം ദേവി പ്രസന്നാ വരദാസ്മിതേ. ദേവി തം ദർശയാമാഫ, അവന് ദർശനം കാണിച്ചു കൊടുത്തു ദേവി. പ്രസന്ന, സന്തുഷ്ടയായി. ദേവിയെ തപസ് ചെയ്തപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ ദേവി സന്തുഷ്ടയായിട്ട് അവൻ ദർശനം കൊടുത്തു. വരദാസ്മി ദേവി, ഞാൻ നിനക്ക് വരം തരാൻ വന്നതാണ് ചോദിച്ചു. ഇത്യുക്ത, ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ സ്വം അഭിപ്രായം ശശംസ അവൻ, സ്വന്തം അഭിപ്രായം ആശയത്തെ ശശംസ പറഞ്ഞു. അവനതോ നവ, ഒന്ന് കുനിഞ്ഞ് നമസ്കരിച്ചെന്ന രാജാവ് തന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു. ദർശയാമാഫലം ദേവി പ്രസന്നാവരദാസ്മിതേ ഇത്യുക്തസ്വമഭിപ്രായം ശശംസാവനതോ നവ. ദർശയാമാഫലം ദേവി പ്രസന്നാവരദാസ്മിതേ ഇത്യുക്തസ്വമഭിപ്രായം ശശംസാവനതോ നവ. കോനു ധാരയിതാ വേഗം പതന്ത്യാമേ മഹീതരേ അന്യഥാ ഭൂതലം ഭിത്വാനുപയാസ്യേരസാദലം. കോനു ധാരയിതാ വേഗം. കോനു, ആരാണ് ധരിക്കുന്നത്? കോപിന്നാണല്ലോ, കോനു എന്നല്ല. അപ്പൊ ഈ നൂവും ഒരേ അർത്ഥം തന്നെ. ഏതായാലും നൂ ആവട്ടെ അഭിയും ആവട്ടെ എന്നാണ്. ധാരയിത, ധരിക്കുന്നത്. വേഗം, വേഗത്തെ, ഒഴുക്കിന്റെ വേഗത്തെ. പതന്ത്യ, പതിക്കുന്ന. ഭൂമിയിലേക്ക് പതിക്കുന്ന എന്റെ വേഗത്തെ ധരിക്കാൻ ആരാണത്? മഹീതരെ, ഭൂമി. ഞാൻ ഭൂമിയിലേക്ക് വരാം, പക്ഷെ ഞാൻ സ്വർഗത്തു നിന്നും ഭൂമിയിലേക്ക് ഒഴുകി വരുമ്പോൾ അതിശക്തമായ വേഗതയിലാണ് ഒഴുകിയത്. എന്റെ വേഗത താങ്ങാൻ ഭൂമിയിൽ ആരുണ്ട്? നിലവിൽ ആർക്കും പറ്റില്ല. അന്യഥ, അല്ലെങ്കിൽ ഭൂതലമുക്ത, ഭൂമി പിളർന്നിട്ട് ഹേ രാജാവേ യാഫ്യേ രഫാതലം, അത് രഫാതലത്തേക്ക്, പാതാളത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയിലേക്ക് ഇത് വരണമെങ്കിൽ ഇതിനെ ഭൂമിയെ താങ്ങാൻ കെൽപ്പുള്ളവർ ആരെങ്കിലും വേണം. ആരില്ല. പോർണുധാരയിതാ വേഗം പതന്ത്യാമേ മഹീതരേ അന്യഥാ ഭൂതലം ഭിത്വാ അപയാസീരപാതലം. പോർണുധാരയിതാ വേഗം പതന്ത്യാമേ മഹീതരേ അന്യഥാ ഭൂതലം ഭിത്വാ അപയാസീരപാതലം. ജാഹം നഭുവം യാഫ്യേ നരാ
മയ്യ മയ്യ അമർജം ദഖം മജാമിത ദഖം ഗോത്ര രാജം തത്ര വിധിനിശ്ചിതാം. കിഞ്ച തന്നെയുമല്ല അഹം ന ഭുവം വ്യാസി, ഞാൻ ഭൂമിയിലേക്ക് വരുന്നില്ല. കിഞ്ച അഹം ന ഭുവം വ്യാസി, അഹം ഭുവം ന യാസി, ഞാൻ ഭൂമിയിലേക്ക് വരില്ല. നരാഹ മനുഷ്യർ മൈ എന്നിൽ അമർജന്തി അഖം പാപമെല്ലാം എന്നിൽ തേച്ച് എനിക്ക് കളയും. എന്നിൽ കുളിച്ച് പാപമെല്ലാം എന്നിലേക്ക് നോക്കി. ആമർജന്തി പാപത്തെ അവരെ കഴുകി എന്നിലേക്ക് വീഴ്ത്തും. ഞാൻ ഭൂമിയിൽ കൂടി ഒഴുകി വന്നു എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നിലേക്ക് എത്തും പാപം ചെയ്തിട്ട്. എന്ത് മതി? ഗംഗയിൽ നിന്ന് മുങ്ങിയാൽ മതി. ഓ ശരി, എന്നാ പിന്നെ അത്രയ്ക്ക് പാടില്ല. ഇപ്പൊ ഒരു വർഷമില്ല പോകാൻ. പണ്ടൊക്കെ പാടായിരുന്നു. ഇപ്പൊ 2 ദിവസം 3 ദിവസം പോയിട്ട് തിരിച്ചു വരാം. അതുകൊണ്ട് എല്ലാവരും മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരായിട്ട് മാറും. കാരണം എന്താ? പരിഹാരം ഉണ്ടല്ലോ. ഗംഗയിൽ പോയിരുന്നു കുളിച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ മനുഷ്യരൊക്കെ അവരവരുടെ പാപത്തെ എന്നിലേക്ക് കഴുകി ഒഴിക്കും. അതുകൊണ്ട് ഞാൻ ഭൂമിയിലേക്ക് വരാൻ താല്പര്യമില്ല. മൃജാമി തദഖം ഗോത്ര, അവരുടെ ഈ പാപത്തെയൊക്കെ ഞാൻ എവിടേക്ക് തുളച്ചു മാറ്റുക. ഈ പാപമൊക്കെ എന്നെ ബാധിക്കരുത് മുഴുവൻ. എനിക്കൊരു കെൽപ്പം കഴിവുണ്ട്, അത്ര എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അതിൽ കൂടുതൽ എനിക്ക് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ പാപത്തെ ഞാൻ എന്ത് ചെയ്യും? മൃജാമി തുളച്ചു മാറ്റുക. തത് അഖം ആ പാപത്തെ കുത്ര എവിടെ? രാജൻ തത്ര വിചിന്തിത, ഹേ രാജാവേ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു. അതിനുള്ളൊരു ഉപായം അങ്ങനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് വരാം. അല്ലെ എനിക്ക് വരാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല. കിഞ്ചാഹം നഭുവം യാഫ്യേ നരാ മയ്യ അമർജൻ ജഖം മജാമിത തദഖം ഗോത്ര രാജം തത്ര വിചിന്തിതാം. കിഞ്ചാഹം നഭുവം യാഫ്യേ നരാ മയ്യാമർജൻ ജഖം മജാമിത തദഖം ഗോത്ര രാജം തത്ര വിചിന്തിതാം. ഭഗീരഥ വാച, ഭഗീരഥൻ പറഞ്ഞു, സാധവോ നാഫിന ശാന്താം ബ്രഹ്മിഷ്ഠഃ ലോകപാവനാഹം ഹരം ജഖം തേംഗഭംഗാത് തേഷ്വാസ്തേ ശഖവിദ്ധരി. സാധവഃ സജ്ജനങ്ങൾ, ജ്ഞാസിനഃ സന്യാസികൾ, ശാന്താഹ ശാന്തന്മാരായ, ബ്രഹ്മിഷ്ഠാഹ ബ്രഹ്മത്തെ പ്രാപിച്ചവർ, ജീവൻ മുക്തന്മാർ, ലോകപാവനാഹ ലോകത്തെ ശുദ്ധി വരുന്നവരും ആയ സജ്ജനങ്ങൾ, ഹരന്തി അഖം അവരെ പാപത്തെ ഹരിച്ചുകൊള്ളും. തേ അംഗഭംഗ നിന്നോടുള്ള ചേർച്ച കൊണ്ട്, ഗംഗയോടുള്ള ചേർച്ചം കൊണ്ട്. ഈ ഗംഗയെ കുളിക്കാൻ വരുന്നവരെല്ലാവരും പാപികളായിരിക്കില്ല. സജ്ജനങ്ങളും വരും, മഹർഷിമാരും വരും, ശാന്തന്മാർ വരും, ബ്രഹ്മിഷ്ഠന്മാർ വരും, ഒക്കെ വരും. അങ്ങനെയുള്ള കുറെ പേരാണ് വരുന്നതെങ്കിൽ നിന്നിൽ കഴുകിക്കളഞ്ഞ പാപങ്ങളൊക്കെ അവർ ഏറ്റെടുത്ത് മാറ്റുക, നിന്നെ ബാധിക്കും. അന്ന് ഭഗീരഥൻ ഗംഗ കൊടുത്ത മറുപടിയാണ്, ഹരന്തി അഖം തേ അംഗഭംഗാ, നിന്റെ അംഗഭംഗം കൊണ്ട് പാപത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവ് അവർക്ക് കിട്ടും. തേഷു ആസ്തേഹി അഖഭിദ്ധരി, എന്തെന്നാൽ തേഷു അവരിൽ, ആസ്തേ ഇരിക്കുന്നു, ഹി തീർച്ചയായിട്ടും, അഖഭിത് ഹരി പാപത്തെ ഛേദിച്ച് കളയുന്ന ഹരി അവരിലിരിക്കുന്നു. ഓടാ സാക്ഷാൽ ശ്രീഹരി മഹർഷിമാരില്
സന്യാസിമാരിൽ, ശാന്തന്മാരിൽ, ബ്രഹ്മിഷ്ഠന്മാരിൽ ഒക്കെ ആരിരിപ്പുണ്ട്? സാക്ഷാൽ ശ്രീഹരി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഹരി അവരിൽ ഇരിക്കുന്ന കൊണ്ട്, അവരോടുള്ള സംഗമം കൊണ്ട് ഈ പാപത്തെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഭഗവത് ഭക്തന്മാരും ഋഷിമാരും സന്യാസിമാരും ഒക്കെ രാഗാദികളായ, കാമാദികളായ, ക്രോധാദികളായ ദോഷമില്ലാത്തത് കൊണ്ട് ശാന്തരായ ആ സജ്ജനങ്ങൾ ശരീര സമ്പർക്കം കൊണ്ട് തന്നെ പാപത്തെ വലിച്ചെടുക്കും. അവര് ഗംഗയിൽ വന്ന് മുങ്ങിക്കുളിച്ചാൽ കൊണ്ടാണ് ഋഷിമാരൊക്കെ തീർത്ഥാടനത്തിന് ഗംഗയിൽ പോകും. നമ്മൾ മാത്രം പോയാൽ പോരെ? ഈ മഹർഷിമാരും വിദ്വാൻമാരും ജ്ഞാനികളും കനകാദികളും ഒക്കെ എന്തിനാണ് അവിടെ പോകുന്നത്? അവരൊക്കെ അവിടെ ചെല്ലുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ മുങ്ങിക്കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന പാപത്തെ ഈ ഗംഗ അവരിലേക്ക് സമർപ്പിച്ച്, അവരിൽ ഭഗവാന്റെ ചൈതന്യം ഉള്ളത് കൊണ്ട് അത് വലിച്ചെടുത്ത് ഗംഗയെ പരിശുദ്ധമാണ്. വാസ്തവത്തിൽ ഗംഗ പരിശുദ്ധമാകുന്നത് അത് ഋഷിമാർ വന്ന് സ്നാനം ചെയ്യുമ്പോൾ മാത്രമാണ്. നമ്മൾ മാത്രം പോയ പോരാ. നമ്മൾ സാധാരണ അവിടെ ചെന്ന് മുങ്ങി കുളിച്ചു പോന്നാൽ എല്ലാ പാപം തീർന്നു. അത് തീർത്ഥമാകണമെങ്കിൽ ഋഷിമാർ വരണം. ഋഷിമാർ ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭഗവാന്റെ ചൈതന്യം ഉള്ളിൽ നിൽക്കുന്നവരാണ്. അവരിവിടെ നിന്ന് മുങ്ങിക്കുളിക്കുമ്പോൾ ഇത് പരിശുദ്ധമാക്കും എന്ന് ഭഗീരഥൻ ഗംഗയെ കൊടുത്ത മറുപടിയാണ്. അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട. ഭൂമിക്കുഴി വന്നോളൂ, മനുഷ്യരൊക്കെ മുങ്ങിക്കുളിച്ചോട്ടെ, പാപം കളഞ്ഞോട്ടെ. അതിനെയൊക്കെ ഏറ്റെടുക്കാൻ സന്യാസിമാരും മഹർഷിമാരും ധാരാളമുണ്ട്. അവരത് ഏറ്റെടുക്കും. അവര് ഹരിഭക്തന്മാരാണ്. അതുകൊണ്ട് സാധവോ ന്യാസിനശ്രദ്ധ ബ്രഹ്മിഷ്ഠാഹ ലോകപാവനാഹ ഹരന്ത്യഖം തേംഗഭംഗാത് തേ ശ്വാസ്തേ ഹ്യഗഭിദ്ധരീ. സാധവോ ന്യാസിനശ്രദ്ധാഃ ബ്രഹ്മിഷ്ഠാഹ ലോകപാവനാഹ ഹരന്ത്യഖം തേംഗഭംഗാത് തേ ശ്വാസ്തേ ഹ്യഗഭിദ്ധരീ. സാധവോ ന്യാസിനശ്രദ്ധാഃ ബ്രഹ്മിഷ്ഠാഃ ലോകപാവനാഃ ഹരന്ത്യഖം തേംഗഭംഗാത് തേ ശ്വാസ്തേ ഹ്യഗഭിദ്ധരീ. ധാരയിഷ്യതി തേ വേഗം രുദ്രസ്വാത്മാ ശരീരിണാം യസ്മിന്നോതമിദം പ്രോതം വിശ്വം ശാരീവതന്തുഷു. ധാരയിഷ്യതി നിന്നെ ധരിക്കും, തേ വേഗം നിന്റെ വേഗത്തെ ധരിക്കും, രുദ്രഃ രുദ്രൻ, തു ആത്മാ ശരീരണ എല്ലാ ശരീരികളുടെയും ആത്മാവായിരിക്കുന്ന സാക്ഷാൽ രുദ്ര ഭഗവാൻ നിന്റെ വേഗത്തെ ധരിച്ചു. ശിരസ് കൊണ്ടു താങ്ങി സാക്ഷാൽ രുദ്രൻ കൈലാസവാസിയായ ഭഗവാൻ നിന്നെ തന്റെ ജടയിൽ വഹിച്ചുകൊണ്ട് സ്വീകരിച്ചു. ധാരയിഷ്യതി വേഗം രുദ്രസ്വാത്മാ ശരീരണം യസ്മിൻ യാതൊരുവനിൽ രുദ്രനിൽ ഓതപ്രോതം ഇതം. ഈ വിശ്വനിലെ, ഈ ജഗത്തിലെ മഹാദേവന്റെ രുദ്രന്റെ ചൈതന്യം ഓതപ്രോതമാണ്. ഓതപ്രോതം എന്ന് വെച്ചാൽ നൂല് ഇഴകൾ എന്നർത്ഥം. ഇഴകൾ വസ്ത്രത്തിൽ നൂലുകൾ ചേർക്കുന്നത് ഒന്ന് വലത്തോട്ടും ഒന്ന് താഴോട്ടുമാണ്, എതിർ ദിശകളിലാണ്. അതാണ് ഓതവും ക്രോധവും എന്ന് പറയാൻ കാരണം. ഓതപ്രോതമായി അപ്പൊ എന്ത് ചെയ്യും? ചേർന്നിരിക്കും. ഒരു വച്ചേക്ക് മാത്രമാണെങ്കിൽ മാറി മാറിപ്പോവാം. താഴോട്ടും മുകളിലോട്ടും കൂടി ചേർന്നിരുന്നാൽ അത് ഫിറ്റ് ആയിട്ടിരിക്കും, കീറില്ല, അനങ്ങില്ല. ഈ ജഗത്തെ പരമേശ്വര ചൈതന്യം ഓതപ്രോതമായി വ്യാപരിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഷാഡീവ തന്തുഷു. ഷാഡി എന്ന് വെച്ചാൽ മുണ്ട്, വസ്ത്രം. ഇന്ന് അതിനകത്തും സാരിയൊക്കെ ഉണ്ടായിരുന്നു ഷാഡി. തന്തുഷു നൂലുകളിൽ.
തന്തുക്കളിൽ വസ്ത്രം എന്ന പോലെ, വസ്ത്രത്തിൽ നൂലുകൾ എങ്ങനെ ചേർന്നിരിക്കുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തിൽ സമസ്ത ജീവജാലങ്ങളും പരമേശ്വര ചൈതന്യം കൊണ്ട് പരസ്പരം ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ മഹാത്മ്യമുള്ള ആ രുദ്രൻ ഇതാണ്. ധാരയിഷ്യേവേഗം രുദ്രസ്വാത്മാ ശരീരണാം യസ്മിന്നോതപ്രോതമിദം പ്രോതം വിശ്വം ശാരീരബന്ധുഷു. ധാരയിഷ്യേവേഗം രുദ്രസ്വാത്മാ ശരീരണാം യസ്മിന്നോതമിദം പ്രോതം വിശ്വം ശാരീരബന്ധുഷു. ഇത്യുക്ത്വാ സമൃപോ ദേവം തപസാ അതോഷയച്ഛിവം കാലേനൽപീയസാരാജം തസ്യേശമദുഷ്യതാം. ഇങ്ങനെ പറഞ്ഞിട്ട് ആ രാജാവ് ദേവനായ പരമശിവനെ തപസ അതോഷയത് ശിവം. ശിവം ദേവം തപസ അതോഷയത്. പരമശിവൻ എന്ന ദേവനെ തപസ് കൊണ്ട് സന്തോഷിക്കും. ഭഗീരഥൻ ആദ്യം ഗംഗയെ തപസ് ചെയ്തു. രുദ്രനായ മഹാദേവൻ തപസ്. കാലേന അൽപീയസ, കുറച്ചു കാലം വേണ്ടിയത്, ഒത്തിരി കാലത്തിന് വേണ്ടിയത്. രാജൻ തസ്യ ഈശ സമദുഷ. ഈശൻ രുദ്രൻ അവനിൽ സന്തോഷിച്ചു. അല്പകാലം തപസ്സെയ്തപ്പോഴത്തേക്കും പരമേശ്വരൻ അവൻ സന്തോഷിച്ചു. ഇത്യുക്വാസനപോ ദേവം തപസ അതോഷയച്ഛിവം കാലേന അൽപീയസാരാജം തസ്യേശമദുഷ്യതാം. ഇത്യുക്വാസനപോ ദേവം തപസാ അതോഷയച്ഛിവം കാലേന അൽപീയസാരാജം തസ്യേശമദുഷ്യതാം. തഥേതി രാജ്ഞാഭേദം സർവലോകഹിതശിവ ദധാരാപഹിതോ ഗംഗാം പാദപൂരജലം ഹരേ. തഥായി, അങ്ങനെ ആവട്ടെ എന്ന് രാജ്ഞാഭിഹിതം, രാജാവിനാൽ പറയപ്പെട്ടത്. സർവലോകഹിത ശിവ, എല്ലാ ലോകത്തിനും ഹിതം ചെയ്യുന്നവനായ ശിവൻ ദധാര ധരിച്ചു, അപഹിത ശ്രദ്ധയോടെ, ഗംഗാം ഗംഗയെ, പാദപൂത ജലാം ഹരി, ഹരിയുടെ പാദത്തെ ശുദ്ധമാക്കി ഒഴുകി വരുന്ന ഗംഗ. ഗംഗ ശ്രീഹരിയുടെ പാദങ്ങളിൽ നഖങ്ങളുടെ ഇടയ്ക്ക് ഒരു തുള്ളി പോലെ ഒളിച്ചിരിക്കുന്നവളാണ്. അതുകൊണ്ട് വിഷ്ണുപതി എന്ന ഗംഗയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു ആദ്യം. പാദപൂത ജല, കാലിൽ പരിശുദ്ധമായ ജലമുള്ള ഹരിയുടെ ഗംഗയാണ്. അതിനെ തന്റെ ശിരത്തിൽ വഹിക്കാൻ പറ്റുന്നതിൽ മഹാദേവൻ ഏറ്റവും സന്തോഷമായി. അതുകൊണ്ട് ലോകത്തിന് ഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായ പരമേശ്വരൻ രാജാവിനോട് അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് ആ ഗംഗയെ സ്വന്തം ശിരത്തിൽ വഹിച്ചു. തഥേതി രാജ്ഞാഭിഹിതം സർവലോകഹിത ശിവാം ദധാരാവഹിതോ ഗംഗാം പാദപൂതജലം ഹരേം. തഥേതി രാജ്ഞാഭിഹിതം സർവലോകഹിത ശിവാം ദധാരാവഹിതോ ഗംഗാം പാദപൂതജലം ഹരേം. ഭഗീരഥപരാജർഷൻ നിന്യേ ഭുവനപാവനി എത്ര പവിത്രൂണാം ദേഹാഭക്തിഭൂതാത്മശേരതേ. ഭഗീരഥൻ സ്വരാജർഷി, ആ രാജർഷി നിന്നെ നയിച്ചു. ഭുവനപാവനി, ലോകത്തെ പരിശുദ്ധമാക്കുന്ന ഗംഗയെ, എത്ര എവിടെയാണോ സ്വപിതॄണാം ദേഹാഭസ്മീഭൂതാഹ ശേരതസ്മ, എവിടെയാണോ സ്വന്തം പിതൃക്കളുടെ ദേഹം ഭസ്മമായി കിടക്കുന്നത്, എവിടെയാണോ ശേരതസ്മ ശയിക്കുന്ന കിടക്കുന്നത്, അവിടേക്ക് ഗംഗയുണ്ട്. എവിടെയാണത്? പാതാളത്തിലാണ്, ഭൂമിയിലല്ലോ, കപിലാശ്രമത്തിലാണ്. അതുകൊണ്ട് ഭഗീരഥൻ സ്വന്തം പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി അവർ ഭസ്മമായി കിടക്കുന്ന സ്ഥാനത്തേക്ക് ലോകത്തെ പരിശുദ്ധമാക്കിയുള്ള ഗംഗയെ ഭഗീരഥൻ കൊണ്ടുപോയി.
ഭഗീരസസ്വരാജസ്വന്ദേ ഭുവന പാവനിം എത്ര പിതॄണാം യഹാഭഗ്നി ഭൂതാത്മശേരതേ. ഭഗീരസസ്വരാജസം നിന്യേ ഭുവന പാവനി എത്ര പിതॄണാം യഹാഭഗ്നി ഭൂതാത്മശേരതേ. ഇനിയും ഭഗീരഥന്റെ ബാക്കി കഥകളാണ് അദ്ദേഹം പാതാളത്തിലേക്ക് കൊണ്ടുവന്ന ദിവസം വരെ പറ്റിയുണ്ട്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയം പറ്റുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ സംശയങ്ങൾ പൂർണ്ണമാക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.